നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ചെന്നൈ ഓപ്പൺ ചെസ് ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒന്നാം റൗണ്ടിലെ വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ അഭിഷേക് വൈറ്റ് സൈഡും സമത് ജയകുമാർ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് വേഗം ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുകയാണ്. ബിഷപ്പിനെ B5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ വേരിയേഷൻ നഷ്മദിനോ റൊസലിമോ അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെതിരെ ബ്ലാക്ക് G6 മൂവ് ചെയ്തുകൊണ്ട് ഫിയങ്കാറ്റോ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ് ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. അതിനുശേഷം വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ആണ്. ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് D3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്ലിംഗിന് ശ്രമിക്കുന്നതാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ഇപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്താൽ വൈറ്റ് പോൺ വെച്ച് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാണ്. E5 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ C5ലെ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. വൈറ്റ് ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് C5ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് രണ്ട് പോണുകളെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് C3 മൂവ് ചെയ്തുകൊണ്ട് D4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ ഡ്രോ കൊണ്ടുവരുന്നതോടൊപ്പം ക്വീന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്കിനെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്ലിംഗിന് ശ്രമിക്കാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ തിരിച്ചൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. റൂക്കിനെ B8ലേക്ക് കൊണ്ടുവന്ന് B2ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ C1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത മൂവിൽ F4 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരും. അതുകൊണ്ട് വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചുവിട്ടുന്നു. ഇതോടെ ബ്ലാക്കിന് സെൻറ്ററിൽ വളരെ നല്ലൊരു പോൺ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ആ പോൺ സ്ട്രക്ചർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം F4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ ബിഷപ്പിന് സേഫ് ആയിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. വൈറ്റ് ബിഷപ്പിനെ D2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് ഈ D4 സ്ക്വയറിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഇവിടെ ആ നൈറ്റിനെ കൂടെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് സേഫ് ആയിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. എല്ലാ സ്ക്വയറുകളിലേക്കും അറ്റാക്ക് ഉണ്ട്. ഇപ്പോൾ അറ്റാക്കിൽ നിന്നും നൈറ്റിനെ മാറ്റണമെങ്കിൽ E1 സ്ക്വയറിലേക്കേ മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെ അങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ബിഷപ്പ് E2ലേക്ക് ഒന്ന് റൂക്കിനെതിരെ അറ്റാക്ക് വരുന്നതോടെ വൈറ്റിന് റൂക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നത് നല്ല മൂവല്ല. എന്നാൽ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാതിരുന്നാലും അടുത്ത മൂവിൽ E4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം ആ പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കാണ്. പോൺ വെച്ച് E5ലെ പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടാം. അപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടാണെങ്കിൽ റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ പിൻ ചെയ്യാം എന്നാണ് ഇവിടെ വൈറ്റിന്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല. ആദ്യം ഈ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചിടുന്നു. ഇതോടെ ഈ G5 ഓപ്പൺ ആയിരിക്കുകയാണ്. ബ്ലാക്ക് വേഗം ക്വീനെ G5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുകയാണ്. ബിഷപ്പ് വെച്ച് E5ലെ പോണിനെ വിട്ടെടുക്കുന്നു. ഇതോടെ കരുക്കളുടെ നില തുല്യമായിട്ടുണ്ട്. ഇവിടെ വൈറ്റ് നൈറ്റിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ A3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി നൈറ്റിനെ C4ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് F4ലേക്കും D6ലേക്കും ഉള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. എന്നാൽ ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ബ്ലാക്ക് ഇവിടെ മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F3ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ചെക്കോട് കൂടി ആ പോണിനെ എടുക്കാൻ അവസരമുള്ളതുകൊണ്ട് വൈറ്റിനിപ്പോൾ പ്ലാൻ ചെയ്ത അറ്റാക്കോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ആ പോണിനെ സപ്പോർട്ട് ചെയ്യാണ്. ക്വീനെ D1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി വൈറ്റിനെ പ്ലാൻ ചെയ്ത പോലെ നൈറ്റ് വെച്ച് ഇങ്ങനൊരു അറ്റാക്കിന് അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം അത് ഡിഫെൻഡ് ചെയ്യാണ്. D5 മൂവ് ചെയ്തുകൊണ്ട് C4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിന്റെ ബിഷപ്പിന് സപ്പോർട്ടില്ലാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് വൈറ്റ് ആ ബിഷപ്പിനെ ടാർഗറ്റ് ചെയ്യാണ്. റൂക്കിനെ E1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. ഇനി ഈ പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് F4ലെ പോൺ എടുക്കുകയും ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് വേഗം ബിഷപ്പിനെ പിന്നിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു.
ഇപ്പോഴും ആ ബിഷപ്പിന് ക്വീനിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വൈറ്റ് ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. ക്വീനിനെ E2ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ഈ അറ്റാക്കിൽ നിന്നും ബ്ലാക്ക് ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ഈ ഫയൽ പൂർണ്ണമായും ഓപ്പൺ ആകും. അതുകൊണ്ട് തന്നെ വൈറ്റിനെ ക്വീനിനെ E6ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ ഈ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് റൂക്കിനെ E1ലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിലും ബിഷപ്പ് വെച്ച് F4 പോണ്ടിട്ടുണ്ട് ആ ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കാം. ആ ബിഷപ്പ് ഇപ്പോഴും പിന്നിങ്ങിലാതെ കാരണം ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല. അങ്ങനെ വെട്ടാണെങ്കിൽ ക്വീൻ വെച്ച് റൂക്കിനോട്ട് എടുത്ത് ചെക്ക് വരികയും കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും ആ ക്വീൻ കൂടെ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഈ അറ്റാക്കിൽ നിന്നും ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റാനോ അല്ലെങ്കിൽ റൂക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യാനോ പറ്റില്ല. എന്നാൽ ഈ പൊസിഷനിൽ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻറ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ ഒരു രീതിയിലും ഈ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ഒരു സാക്രിഫൈസാണ്. നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് അടുത്ത 6 മൂവിൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം തിരിച്ചൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ബിഷപ്പ് വെച്ച് F4 പോയിന്റ് എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. നേരത്തെ വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ എന്താണ് പ്രശ്നം നോക്കാം. അതായത് വൈറ്റ് ക്വീൻ വെച്ച് ആ ബിഷപ്പിനെ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനിപ്പോൾ ക്വീൻ വെച്ച് ക്വീൻ ഇട്ടേണ്ട ആവശ്യമില്ല. പകരം ക്വീൻ വെച്ച് F3 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് G1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്കിനെ G8ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യാം. ക്വീൻ വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ആ ക്വീനോട്ട് വീണ്ടും ചെക്ക് വരും. അല്ലാതെ F1ലേക്ക് മാറുകയാണെങ്കിൽ ക്വീൻ D3ലേക്ക് വന്ന് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ ക്വീൻ വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ക്വീൻ H3ലേക്ക് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ റൂക്ക് വെച്ചാണ് ബ്ലോക്ക് ചെയ്താലും ക്വീൻ H3ലേക്ക് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് E1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് G1ലേക്ക് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് വൈറ്റ് ഇവിടെ ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ബിഷപ്പ് വെച്ച് F4 പോയിന്റ് എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തത്. ഈ സാക്രിഫൈസ് കൊണ്ട് വൈറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഫയൽ ഓപ്പൺ ആകും. അതുകൊണ്ട് തന്നെ ക്വീനെ E6ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്കിനിപ്പോൾ ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ 2 സ്കോറിലേക്ക് എവിടെയെങ്കിലേ മാറാൻ കഴിയുള്ളൂ. അല്ലാതെ F8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരും. അപ്പോൾ എന്തായാലും കിങ് വെച്ച് ആ റൂക്കിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ക്വീൻ വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ബ്ലാക്കിന് ആ റൂക്ക് നഷ്ടപ്പെടും. അല്ലാതെ ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരുമ്പോൾ കിങ് വെച്ച് ആ റൂക്കിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ റൂക്ക് G1ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അതോടെ ആ ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ബ്ലാക്കിനെ ഈ നൈറ്റിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ 2 സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറേണ്ടി വരും. അതിലെങ്ങോട്ട് തന്നെ മാറിയാലും റൂക്ക് വെച്ച് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ്ങിനെ അങ്ങോട്ടെങ്കിലും മാറാൻ പറ്റില്ല. കിങ്ങിന് മാറണമെങ്കിൽ H6ലേക്ക് മാറാൻ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും. അപ്പോൾ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. അല്ലാതുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്താലും വൈറ്റിനൂടെ നല്ലൊരു മൂവ് ഉണ്ട്. അതായത് റൂക്ക് വെച്ച് ബിഷപ്പിനിട്ട് എടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോകാം. ഇതൊരു ഫോർക്കും ചെക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വീൻ വെച്ച് ആ റൂക്കിനിട്ട് മാറ്റേണ്ടി വരും. ആ സമയത്ത് അടുത്ത റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് വരികയും ആ ക്വീനും റൂക്കുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരികയും ചെയ്യും. ഇതോടെ വൈറ്റിനുണ്ടായിരുന്ന ഏകദേശം പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഗെയിമിലേക്ക് വരാൻ അവസരമുണ്ട്. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം മറ്റൊരു ബ്രില്യൻ്റ് മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം തിരിച്ചൊരു സാക്രിഫൈസ് ചെയ്യാണ്. റൂക്ക് വെച്ച് B2 പോയിന്റ് എടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. ഇതോടെ വൈറ്റിൻ്റെ ക്വീനിന് F3ലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ക്വീൻ ഉപയോഗിച്ച് F3 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു.
ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. വൈറ്റ് ഇങ്ങനെ G1ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ എപ്പോഴും വൈറ്റിൻ്റെ റൂക്കിന് E5ലേക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈറ്റ് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം ക്വീൻ B7ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ G6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് C6ലെ പോണിനെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ G8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ഈ പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനെ E5ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്ക് ഉപയോഗിച്ച് തന്നെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് പ്രധാനമായും 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ക്വീൻ ഉപയോഗിച്ച് ആ ചെക്ക് വെട്ടി മാറ്റാം, അല്ലെങ്കിൽ കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ G2ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. വൈറ്റിനെ കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്യേണ്ടിയിരുന്നു. ഈ സമയത്ത് റൂക്ക് E8ലേക്ക് വന്നതോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഇനി അരമണിക്കൂർ കൂടുതലുണ്ട്. എന്നാൽ വൈറ്റിന് 2 മിനിറ്റ് താഴെയുള്ളൂ. മാത്രമല്ല ഇവിടെ ഇപ്പോൾ വൈറ്റിന് ബ്ലാക്കിൻ്റെ റൂക്കിന് പകരം ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. അതിനുശേഷം ജയിക്കാൻ യാതൊരു സാധ്യതയില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ പൊസിഷനിൽ വൈറ്റ് തോൽവി സമ്മതിച്ചത്. 2 ഭാഗത്തുനിന്നും വളരെ മികച്ച മുകളുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.